ഞാൻ റഷീദ് സ്റ്റിച്ചീസി. യൂണിഫോം സ്കേർട്ടിനും ഫ്രോക്കിനുമൊക്കെ നമ്മൾ വയ്ക്കുന്ന ഇതുപോലത്തെ ബോക്സ് പ്ലീറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇത് ഒരു ഫ്രോക്കിൻ്റെ അടിഭാഗത്തേക്കുള്ള ബോക്സ് പ്ലീറ്റാണ്. ഈ ഫ്രോക്കിൻ്റെ വേസ്റ്റ് വരുന്നത് 24 ഇഞ്ച്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഭാഗം 24ൻ്റെ പകുതി 12 ഇഞ്ച്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 1 മീറ്റർ തുണിയാണ്, ഏകദേശം 39.5 ഇഞ്ച് തുണി. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് സീം അലവൻസിനായിട്ട് 1.25 ഇഞ്ച് തുമ്പ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് 2 സൈഡിലും. അത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്ന 37 ഇഞ്ച് തുണിയാണ്. ഈ 37 ഇഞ്ച് തുണിയിൽ നിന്ന് നമ്മൾ ഒരു ഭാഗത്തെ വേസ്റ്റ് 12 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുക 25 ഇഞ്ചാണ്. ഈ 25 ഇഞ്ചാണ് ഉള്ളിലേക്ക് പോകേണ്ട തുണി. ഇവിടെ നമ്മൾ 4 പ്ലീറ്റാണ് ഇതിൽ ഇടാൻ പോകുന്നത്. 3 ഇഞ്ച് വെച്ചിട്ട് 4 പ്ലീറ്റ് 12 ഇഞ്ച്, ശരിയല്ലേ? അപ്പോൾ ഈ 12 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സീം അലവൻസ് നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആ ഉള്ളിലേക്ക് പോകുന്ന എത്രയാണോ ശരിക്കും നമുക്ക് 4 ഭാഗമായിട്ട് ഉള്ളിലേക്ക് പോകേണ്ടത് അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യും. ഇത് കണ്ടോ, 4 പ്ലീറ്റിൻ്റെ 3 ഭാഗം ഉള്ളിലും 2 ഭാഗം സൈഡിലുമാണ് വരിക. അപ്പോൾ ഈ 4 പ്ലീറ്റിന് 4 ഭാഗം തന്നെ ഉള്ളിലേക്ക് പോകും. 3 ഭാഗം ഫുള്ളായിട്ട് ഇടയിലും പോകും, 1 ഭാഗം 2 സൈഡിലുമായിട്ടും പോകും. ഇവിടെ നമ്മൾ 1.25 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3 ഇഞ്ച് ഒരു പ്ലീറ്റ് മാർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 6.25 ഇഞ്ചാണ് ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം. 25ന് 4 ആക്കി കഴിഞ്ഞാൽ 6.25 ഇഞ്ച്. എന്നിട്ട് പിന്നെയും 3 ഇഞ്ച് പ്ലീറ്റ് മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഇൻഡു ഇട്ടിരിക്കുന്നതൊക്കെ ശരിക്കും പ്ലീറ്റാണ്, 4 പ്ലീറ്റുകളാണ് കേട്ടോ അത് ഈ ഇൻഡു ഇട്ടിട്ട് പോകുന്നത്. ഇനി ഈ സൈഡിലുള്ളത് ആ ഹാഫ് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മൾ അത് രണ്ടും കൂടി കൂട്ടിയടിച്ചിട്ട് ആ സീം അലവൻസ് ആ തുമ്പുണ്ടല്ലോ അത് മറിച്ച് വെക്കണം. ഭാഗത്തിന് തുണിയുടെ ഉൾഭാഗത്തേക്കാണ് വെക്കേണ്ടത്, സീം അലവൻസിൻ്റെ ഭാഗത്തേക്ക് വെക്കാൻ പാടില്ല. എന്നിട്ട് ബാക്കിയുള്ള ഉൾവശത്തേക്ക് പോകേണ്ട പ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം 6.25 ഇഞ്ച് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിയിട്ട് മടക്കി വെക്കണം. നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്യാണ് ഈ പ്ലീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഇൻഡു ഇട്ടിരിക്കുന്നതാണ് കേട്ടോ പ്ലീറ്റ്. ബാക്കി ഭാഗം ഉള്ളിലേക്ക് പോകുന്ന ഭാഗങ്ങളും ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടോ. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ബോക്സ് പ്ലീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മനസ്സിലാവുകയുള്ളൂ. കുറച്ച് ഭാഗം കണ്ടിട്ട് കാര്യമില്ല കേട്ടോ, കൺഫ്യൂഷൻ മാറില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ, നിങ്ങളുടെ സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം. അതിനൊക്കെ നിങ്ങൾക്ക് മറുപടി കിട്ടും. ഇതുപോലെ ഈ തുണിയുടെ മുകൾ വശത്ത് നിന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ബോക്സ് പ്ലീറ്റിൻ്റെ ഉൾവശത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും. 1.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണേ, ആ ഉള്ളിലേക്ക് പോകേണ്ട വശങ്ങൾ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തുണിയുടെ മുകൾ ഭാഗത്ത് നിന്നിട്ട് അതിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇത് 1 ഇഞ്ചും 2 ഇഞ്ചൊക്കെ വരും കേട്ടോ. തുണിക്കനുസരിച്ചിട്ട് ആ ഏതാണോ ഫാബ്രിക്ക്, ഏതാണോ ആ ഡ്രസ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കൊടുക്കുക. അത് മുഴുവനും ആ ഗ്യാപ്പ് മുഴുവനും ഉള്ളിലേക്ക് പോകേണ്ട ഭാഗങ്ങൾ മുഴുവനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ പരത്തി വെക്കണം. അപ്പോൾ ഇത് സ്കേർട്ടിന്, യൂണിഫോം സ്കേർട്ടിനൊക്കെ കൂടുതലായിട്ട് ഈ ബോക്സ് പ്ലീറ്റ് വരും. പലരും ബോക്സ് പ്ലീറ്റ് എങ്ങനെയെങ്കിലും ഇങ്ങനെ കാൽക്കുലേറ്റൊന്നും ചെയ്യാതെ എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു രൂപം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ പ്രൊഫഷണലായിട്ട് തന്നെ ശരിക്കും എത്ര തുണിയുണ്ട്, എത്ര നീളമുണ്ട്, എത്ര വീതിയുണ്ട്, അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര പ്ലീറ്റ് വേണം, അതിൻ്റെ ഇടയിൽ പോകുന്ന ഭാഗങ്ങൾ എത്രയാണ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ പ്ലീറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അത് നടുക്കിലായിട്ട് ആ സ്റ്റിച്ച് വന്ന ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് പരത്തി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. 2 ഭാഗത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അത് തുണി കൂടുതലുണ്ട്, ഞാനിപ്പോൾ 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതിലേറെ തുണി ഉണ്ടെങ്കിൽ ഒരു പ്ലീറ്റിൻ്റെ ഭാഗം മറ്റേ പ്ലീറ്റിൻ്റെ മുകൾ വശത്തേക്ക് കവിഞ്ഞ് നിൽക്കും. ഇനി പ്ലീറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പ്ലീറ്റ് ഒന്നിനൊന്നിന് മുട്ടിയിട്ട്
നിൽക്കില്ല എന്നുള്ളതാണ്. ഇതിന് മിനിമം വേണ്ടത് 3 ഇരട്ടി തുണിയാണ്. എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യുക, ശരിക്കും അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബോക്സ് പ്ലീറ്റ് റെഡി.